പ്രിൻസിപ്പലിനോട് മാപ്പ് പറഞ്ഞ് ഫീസും പിഴയും അടച്ച് ജഗജിത്തിനെ കോളേജിലും ഹോസ്റ്റലിലും പ്രവേശിപ്പിച്ച ശേഷമാണ് നയോമി തിരിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറിയത്. വൈകുന്നേരം കോളേജിൽ നിന്ന് ഹോസ്റ്റൽ റൂമിലെത്തിയ ശേഷം ജഗജിത്ത് സൗദാമിനി അമ്മയെ ഫോണിൽ വിളിച്ചു. അമ്മേ, ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നവുമില്ല അമ്മേ. അവിടെ ചെന്നപ്പോൾ കോളേജുകാർ നിന്നെ തിരിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പ് കാണിച്ചോ? ആദ്യം വലിയ മടിയായിരുന്നു. അവരെനിക്കൊരു കാലാവധി തന്നിരുന്നല്ലോ, അത് കഴിഞ്ഞു പോയി. TC വാങ്ങി പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ എങ്ങനെ കിട്ടി? നയോമി ചേച്ചി പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. ചേച്ചിക്ക് മുമ്പ് നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാമായിരുന്നോ അമ്മേ? ആ, എനിക്കറിയില്ല. അവൾ ആരോടും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാനും കേട്ടിട്ടില്ല. പക്ഷേ പ്രിൻസിപ്പലിനോട് ചേച്ചി സംസാരിച്ചത് കട്ട ഇംഗ്ലീഷിൽ. പ്രിൻസിപ്പലിന് പോലും അത്രയും ഫ്ലോയും ആക്സൻറ്റും ഇല്ല. ഇംഗ്ലീഷിൽ മാത്രം അവൾ സംസാരിച്ചോ? പിന്നല്ലാതെ. പ്രിൻസിപ്പലിന് മലയാളം അറിയാമോ? അതെവിടുന്ന് പഠിച്ചു? അനിലിനോട് പിണങ്ങി പിരിഞ്ഞു പോയ കാലത്തെങ്ങാനും പഠിച്ചതായിരിക്കും. എന്താണെങ്കിലും പ്രിൻസിപ്പൽ അന്തം വിട്ടു പോയി കേട്ടോ. ചേച്ചി അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹം ചുമ്മാ കേട്ടോണ്ടിരിക്കുക. പുള്ളിക്കാരനെ രസിച്ചു പോയി. അവളിങ്ങോട്ട് തിരിച്ചു പോന്നോ മോനെ? ആ, പോന്നു. അവളൊറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്? നീ അവളെ ബസ്സിലോ ട്രെയിനിലോ കയറ്റിവിടാൻ പോയായിരുന്നോ? ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ. പക്ഷേ ചേച്ചി പറഞ്ഞു തനിയെ പോയിക്കൊള്ളാമെന്ന്. ചേച്ചിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. നല്ല ബോൾഡാ ചേച്ചി. തനിയെ യാത്ര ചെയ്യാനൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ എവിടുന്ന് കിട്ടിയാവോ? മുമ്പൊക്കെ കൃഷ്ണമ്മ ചേച്ചിയില്ലാതെ അവൾക്ക് ഷൂട്ടിങ്ങിന് പോകാൻ പോലും അറിയില്ലായിരുന്നു. അതിനു മുമ്പ് എന്ത് കാര്യത്തിലും അനിലും വേണമായിരുന്നു കൂടെ. അമ്മ, എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഒന്നുകിൽ ചേച്ചിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഉടനെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ചേച്ചിക്ക് പ്ലാനുണ്ട്. അതുമല്ലെങ്കിൽ ചേച്ചി ആത്മഹത്യ ചെയ്തേക്കുമോ എന്നൊരു സംശയം. നീ എന്തൊക്കെയായി പറയുന്നേ? സൗദാമിനിയമ്മ അന്താളിച്ചു. എന്തോ കുഴപ്പമുണ്ടമ്മേ. നമ്മളൊക്കെ അന്യരാണെന്ന മട്ടിലാണ് സംസാരം. അവളുടെ ഓർമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, അതിൻ്റെയായിരിക്കും. എന്നോട് പറയാണ് നയോമി മരിച്ചെന്ന്. ഇനി ഞാൻ വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്നത് മരണവാർത്തയായിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞോ? അനിയേട്ടൻ എനിക്കെന്തുവരെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു. അവൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മേ. നീ ഫോൺ നിർത്തിക്കോ, ഞാനിതിന്ന് അവളെ ഒന്ന് വിളിക്കട്ടെ. സൗദാമിനിയമ്മ കോൾ കട്ട് ചെയ്തിട്ട് നയോമിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ഉത്തരം കിട്ടി. സൗദാമിനിയമ്മ ഫോണുമായി അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്ന് ജഗജിത്ത് പറഞ്ഞ വിവരങ്ങൾ കൈമാറി. പ്രിൻസിപ്പലിനോട് ഇംഗ്ലീഷിൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്, അനിൽ ബാബു പറഞ്ഞു. അത്യാവശ്യം സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയാത്തവൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ പോലെ ഒരു സ്കോളറുടെ മുമ്പിൽ ചെന്ന് സംസാരിച്ചെന്നോ? ജഗൻ പറഞ്ഞത് നീയൊന്ന് കേൾക്കണം. പ്രിൻസിപ്പൽ പോലും അന്തം വിട്ടുപോയെന്ന്, മറുപടി പറയാൻ പോലും മറന്നിട്ട്. ഹേയ്, അവളുടെ വായിൽ നിന്ന് വീണ മണ്ടത്തരം കേട്ടിട്ടായിരിക്കും അന്തം വിട്ടത്. ജഗൻ എന്താ ഒന്നും അറിയാത്തവനാണോ? നല്ല ഒന്നാന്തരമായിട്ട് സംസാരിച്ചെന്ന് പറയണമെങ്കിൽ അമ്മേ, അതിനൊക്കെ ഒരുപാട് അറിവും സ്കില്ലും ഒക്കെ വേണം. നിന്നോട് പിണങ്ങി തൊടുപുഴ പോയി താമസിച്ച കാലത്ത് അവൾ പഠിച്ചതാണെങ്കിലോ? സൗദാമിനിയമ്മ ഒരു സാധ്യത ചൂണ്ടിക്കാട്ടി. എന്തായാലും അവൾ ഇങ്ങോട്ട് വരുമല്ലോ. നമ്മൾ എന്തെങ്കിലും മുൻകരുതലെടുക്കണോ? അവൾ വന്നാലുടനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ജഗനോട് പറഞ്ഞത് നയോമി മരിച്ചു, ഇപ്പോഴത്തേത് വേഷം കെട്ടാണെന്നാ. പോകുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചപ്പോഴും എന്തൊക്കെയോ കുഴപ്പം തോന്നി. ഒരു സ്നേഹവും അലിവും ഒന്നും ശബ്ദത്തിലില്ല. പക്ഷേ പ്രവൃത്തിയിൽ നന്മയൊക്കെ കാണാനുമുണ്ട്. നയോമി എന്തായാലും വരാതിരിക്കില്ലല്ലോ എന്ന ആശ്വാസത്തിൽ സൗദാമിനിയമ്മ സംഭാഷണം മതിയാക്കി പിന്തിരിഞ്ഞു. രാത്രി 10 മണിക്ക് ഉദയഭാനുവിന് നയോമിയുടെ കോൾ വന്നു. ഉദയഭാനു TV കണ്ടിട്ട് കിടക്കാൻ പോകുമ്പോഴായിരുന്നു കോൾ. ഉദയനങ്കിളെ, ഞാൻ രാത്രി 12:30-ക്കോ 1 മണിക്കോ എറണാകുളത്തെത്തും. എന്നെ പിക്ക് ചെയ്യാൻ വൈറ്റില ഹബ്ബിൽ വരണം. ബസ്സിലാണ് വരുന്നത്. ശരി, ഞാൻ വന്നേക്കാം, ഉദയഭാനു സമ്മതിച്ചു. രാത്രി 1 മണിക്കൊക്കെ എന്ത് ധൈര്യത്തിലാണ് അവൾ ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? ട്രെയിനിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത കാലമാണ്. വിവരം അറിഞ്ഞപ്പോൾ കൃഷ്ണമ്മ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. സൗദാമിനി അമ്മയ്ക്കും കോൾ വന്നു. അമ്മേ, ഞാൻ 1 മണിയോടെ വരും. ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാൻ വച്ചേക്കണം. എന്നിട്ട് അമ്മ ഉറങ്ങിക്കോ, ഞാൻ വന്ന് എടുത്ത് കഴിച്ചോളാം. ഉദയാങ്കിളിനോട് കാറുമായി ഹബിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങ് എത്തിക്കോളാം. നയോമിയുടെ ശാന്തമായ സ്വരം കേട്ട് സൗദാമിനി അമ്മയ്ക്ക് സമാധാനമായി. ഉദയഭാനു 12:30 ആകാനൊന്നും കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ വൈറ്റില ഹബിലേക്ക് കാറുമായി പുറപ്പെട്ടു. അവിടെ ചെന്ന് ബോധമില്ലാതെ കാറിൽ കിടന്ന് ഉറങ്ങിക്കളയരുത്. അവൾ വിളിക്കുമ്പോൾ കേൾക്കണം. പോകും മുമ്പ് കൃഷ്ണമ്മ അയാളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈലുണ്ടല്ലോ, അഥവാ ഞാനൊന്ന് മയങ്ങിയാലും അത് ഉണർത്തിക്കോളും. ഉദയഭാനു വൈറ്റില ഹബിനടുത്ത് കാർ പാർക്കിങ്ങിൽ ചെന്ന് സീറ്റ് ചായച്ചിട്ട് മയങ്ങാൻ തുടങ്ങി. 12:45-ന് നയോമിയുടെ കോൾ ഉദയഭാനുവിനെ ഉണർത്തി. നയോമിയുടെ ബസ് വൈറ്റില ഹബിലേക്ക് പ്രവേശിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
ഉദയഭാനു അപ്പോൾ തന്നെ ബസ്സിനടുത്ത് ചെന്ന് നയോമിയെ ഒപ്പം കൂട്ടി. വീട്ടിലെത്തിയപ്പോൾ സമയം 1:30 സൗദാമിനിയമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നയോമിയെ മുന്നിൽ കണ്ടപ്പോൾ മുമ്പൊരിക്കലും തോന്നാത്ത പോലെ ഒരാശ്വാസവും സന്തോഷവും തോന്നി. സൗദാമിനിയമ്മയ്ക്ക് അവളെ കാണുന്നതുവരെ എന്തെല്ലാം പേടികളിലൂടെയാണ്, എത്രയെത്ര വിചിത്രമായ സംശയങ്ങളിൽ കൂടിയാണ് താൻ കടന്നുപോയതെന്ന് അവർ സ്വയം അതിശയിച്ചു. ഭയവും സംശയവും കൂടിക്കുഴഞ്ഞ മനസ്സ് സഞ്ചരിക്കാത്ത ഭാവന സാമ്രാജ്യങ്ങളും ഊടുവഴികളുമില്ല. നയോമി ചൂടുവെള്ളത്തിൽ മേൽ കഴുകി വേഷം മാറി വന്നു. സൗദാമിനിയമ്മ ഭക്ഷണം ചൂടാക്കുകയാണ്. നയോമി അടുക്കളയിലേക്ക് ചെന്നു. എന്താ കഴിക്കാൻ? കഞ്ഞി, ചെറുപയർ മെഴുക്കുപുരട്ടി, ഇടിച്ചമന്തി, ചപ്പാത്തി, പരിപ്പ് കറി, വേണമെങ്കിൽ ഒരു മുട്ട പൊരിക്കാം. ഇത് തന്നെ ധാരാളം. അമ്മ ഉറങ്ങിയില്ലല്ലേ? ഇല്ലെന്നേ, ഓരോന്നോർത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. നീ എന്തൊക്കെയാ ജഗൻ്റെ അടുത്ത് പറഞ്ഞത്? അവൻ വിളിച്ചിരുന്നോ? വിളിച്ചു. അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം അല്ലേ? നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ പറയണം. സൗദാമിനിയമ്മ ചൂടാക്കിയ ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. നയോമി കഴിക്കാൻ വന്നിരുന്നു. എനിക്ക് ആരോടും പ്രത്യേകിച്ച് അനിഷ്ടമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഇഷ്ടവുമില്ല. അതെന്താ നിനക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയാത്തത്? നീ നന്മ ചെയ്യുന്നുണ്ട്, കരുണയും ദയയും ഒക്കെയുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ പേരിലല്ല, ഒരു കടമ നിറവേറ്റുന്ന പോലെ. സൗദാമിനിയമ്മ പറഞ്ഞു. അതാണ് സത്യം. എനിക്ക് നിങ്ങളെ അന്യരായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ അത്രയ്ക്ക് അന്യരുമല്ല. ഇത് നിൻ്റെ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമാണോ അതോ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ? ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് നയോമിയാകാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നയോമി അല്ലാത്ത ഒരാൾക്ക് നയോമിയാകാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നീ നയോമിയാണല്ലോ. നയോമിയാകാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. നയോമിയുടെ സ്വഭാവവിശേഷങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനതെല്ലാം ചോദിച്ചും അറിഞ്ഞും പകർത്താൻ ശ്രമിച്ചു. ചില സ്ഥലങ്ങളിൽ ഞാൻ ജയിച്ചു, മറ്റു ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതൊരു വേഷം കെട്ട അമ്മേ. ഇനി ഇത് തുടരാൻ ഒരു നിവൃത്തിയുമില്ല. ആ അവസ്ഥയിലായിരിക്കുകയാ. നാളെയോ മറ്റന്നാളോ എനിക്ക് ഈ അഭിനയം അവസാനിപ്പിക്കേണ്ടി വരും. നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായതാ. ഇപ്പോൾ പിന്നെയും പേടിയാകുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നുമില്ല. ഞാൻ നയോമിയല്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുമോ? സൗദാമിനിയമ്മ പുഞ്ചിരിച്ചു. ഇല്ല, നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. നയോമിയല്ലെന്ന് തെളിയിച്ചാലോ? എന്ത് ഭ്രാന്തായി പറയുന്നേ? അയാളല്ലെന്ന് എങ്ങനെ തെളിയിക്കും? മരിച്ചു പോയെന്ന് കരുതിയ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരാൾ മരിച്ചു പോയെന്ന് തെളിയിച്ചാൽ മതി. അതല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറയാം, മരിച്ചുപോയ ആൾ മരിച്ചെന്നും ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചില്ലെന്നും തെളിയിച്ചാൽ മതി. ഇതെന്താ കടങ്കഥയോ? സൗദാമിനിയമ്മ പിന്നെയും പുഞ്ചിരിച്ചു. നയോമി കൂടുതലൊന്നും പറയാതെ ഭക്ഷണം കഴിച്ചു. മതിയായപ്പോൾ എഴുന്നേറ്റ് കൈ കഴുകി. പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ സൗദാമിനിയമ്മയെ സഹായിച്ചു. അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചു. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് വിജയാനന്ദൻ്റെ ലൊക്കേഷനിലേക്ക് പുറപ്പെടും മുമ്പ് അവൾ അനിൽ ബാബുവിൻ്റെ മുറിയിൽ വന്നു. ഇന്നലെ രാത്രി തിരുനെൽവേലിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണാൻ വരാതിരുന്നത് അനിലേട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല ഉറക്കം കിട്ടിയെന്ന് വരില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ടാ ഇപ്പോൾ പോണേ? അനിൽ ബാബു ചോദിച്ചു. വിജയാനന്ദ സാറിൻ്റെ ലൊക്കേഷനിൽ പോകുക. ഇന്നലെ രാത്രി നീ വന്നതും ഭക്ഷണം കഴിച്ചതും അമ്മയോട് സംസാരിച്ചതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇന്നലെ അത്രയും യാത്ര ചെയ്ത് രാത്രി ഉറക്കം വിളിച്ചിട്ട് ഇന്നൊരു വിശ്രമമില്ലാതെ അഭിനയിക്കാൻ പോകാണോ? പോണം. ഇന്നും നാളെയും കൂടിയേ ഡേറ്റുള്ളൂ. അതോടെ അഭിനയം ഞാൻ നിർത്തും. പിന്നെ എന്ത് ചെയ്യും നീ? അറിഞ്ഞൂടാ. നയോമിയായിട്ട് ഞാനിവിടെ അഭിനയിക്കുകയായിരുന്നു. അത് നിർത്തുന്നതോടെ അതുമായി ബന്ധപ്പെട്ട എല്ലാം നിർത്തേണ്ടി വരും. നയോമി എന്തിനാ നയോമിയായിട്ട് അഭിനയിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ നയോമി അല്ലാത്തത് കൊണ്ട്. ഞാൻ നയോമി അല്ലെന്ന് ചിലരൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് സ്ഥിരീകരിക്കണമെങ്കിൽ നയോമിക്ക് എന്തു സംഭവിച്ചെന്ന് തെളിയിക്കണം. ആ തെളിവുകളും പൂർത്തിയായി. അനിലേട്ടനോടെങ്കിലും നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ബാക്കി കിടക്കും. അതുകൊണ്ട് പോയിട്ട് വരാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ നയോമി ലഗേജ് എടുത്ത് ഇറങ്ങി. ഗേറ്റിന് വെളിയിൽ ലൊക്കേഷനിൽ നിന്ന് വന്ന കാർ കാത്തു കിടപ്പുണ്ടായിരുന്നു.